നിരന്തരം നടക്കും. നിരന്തരം എന്ന് വെച്ചാൽ ഇന്ന് പോയാലും കാണും. നമ്മളൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹവും പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പോകുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു നിവേദനം പോലും വാങ്ങാൻ പാടില്ല. ചട്ടലംഘനമാണെന്നേ. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിൽ മേടിക്കാം. അങ്ങനെയും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിവേദനം വാങ്ങി തരാൻ്റെ അർത്ഥം ശരി, ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ടുള്ള കാര്യമല്ലേ? ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തടഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ നോമിനേഷൻ ആയിട്ടില്ല, നോമിനേഷൻ തന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തന്നെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എങ്ങനെ ദേശീയ പ്രശ്നങ്ങളാണിപ്പോൾ ഇത് മുഖ്യമായ വിഷയമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് തന്നെ അറിയില്ല. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് തുടങ്ങി. അതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയും അറസ്റ്റ് ചെയ്യാം, ആരെയും. അത് വ്യക്തികൾ മാത്രമല്ലല്ലോ, ഉന്നതന്മാർ, മന്ത്രിമാർ, എത്ര പേരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, മുഖ്യമന്ത്രി, ഇനി ആരെയും അറസ്റ്റ് ചെയ്യാം. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പേര് അതൊന്നുമല്ല, ജനാധിപത്യമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക. അതാണ് ഇതിൻ്റെ പൗരത്വ ഭേദഗതി നിയമം കേരളം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളം മുഴുവൻ. അത് ഇന്നലെ കണ്ടില്ലേ, കോഴിക്കോട് 1,00,000 പേർ പങ്കെടുത്ത അതാണ് കോഴിക്കോട് നടന്നത്. പൗരത്വ ഭേദഗതി മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തല്ലോ. അത് തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ് 28-ാം തീയതി. അത് ഫൈനലൈസ് ചെയ്തില്ല ഞങ്ങൾ. 28-ാം തീയതി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സർക്കാരിൻ്റെ ഉറച്ച നിലപാട് എന്തു വില കൊടുത്തും നേരിടും. അതിനെ കേന്ദ്ര നിയമം എന്ന നിലയിൽ അതിനെ ന്യായീകരിക്കുകയാണ് UDF. അതാണ് കഷ്ടം. BJP പോട്ടെ, UDF ഉണ്ടല്ലോ, UDF, കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. കേന്ദ്ര നിയമമല്ലേ. കേന്ദ്ര നിയമമാണെങ്കിൽ നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഫെഡറൽ സ്റ്റേറ്റല്ലേ ഇവിടെ. നിയമങ്ങൾ മാത്രമായാൽ നടപ്പാവും. അതിന് ചട്ടങ്ങളില്ലേ, നടപ്പാക്കേണ്ട ഏജൻസികളില്ലേ. അതൊക്കെ ഭരണഘടന. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമല്ലേ. സുപ്രീം കോടതി പറയട്ടെ. സുപ്രീം കോടതി ഇടപെടലിന് ശേഷം 4 വർഷമായി നിർത്തിവെച്ചതല്ലേ CAA. 2019 ഡിസംബറിന് ശേഷം 4 വർഷം, 20, 21, 22, 23, 24, 4 വർഷം നടപ്പാക്കാത്ത കാര്യം ഇപ്പോഴെന്തിനാണ് നടപ്പാക്കിയത്? ഇപ്പോൾ നടപ്പാക്കിയത് കാലാവധി കഴിഞ്ഞൊരു സർക്കാരല്ലേ. പാർലമെൻറ്റിൻ്റെ കാലാവധി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റും കൂടിയല്ലോ. അങ്ങനെയുള്ള ഒരു സർക്കാരിന് നടപ്പാക്കാനുള്ള അധികാരമുണ്ടോ? അതും നിയമവിരുദ്ധമല്ലേ, ഭരണഘടനാ വിരുദ്ധമല്ലേ? ഇതൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയല്ലേ സുപ്രീം കോടതിയുടെ മുമ്പിലല്ലേ. കോടതി പറയട്ടെ. അതിനുവേണ്ടി അത് നിൽക്കുന്ന, അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ്. നിയമപരമായിട്ടും ഭരണപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങളതിനെ എതിർത്ത് തോൽപ്പിക്കും. CAA അറബിക്കടൽ എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് ആദ്യം കേരളത്തിലാണ്. അടിയന്തരാവസ്ഥ അറബിക്കടൽ. ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥികളാണ്. ആ മുദ്രാവാക്യം വിളിച്ച് ജയിലിൽ പോയവരാണ്. അടിയന്തരാവസ്ഥ അറബിക്കടൽ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം CAA അറബിക്കടൽ എന്നാണ്. പൗരന്മാരുടെ പ്രശ്നമാണ് മുഖ്യ പ്രശ്നം. ബാക്കിയെല്ലാം അതിന് ശേഷമുള്ളതാണ്.
പൗരത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? അത് കഴിഞ്ഞിട്ടില്ലേ മറ്റ് ആവശ്യങ്ങൾ വരുന്നത്, അവകാശങ്ങളൊക്കെ വരുന്നത്. ഐഡൻറ്റിറ്റി ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ ജനിച്ചാലും ജീവിച്ചാലും പൗരനാകും. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലും അമേരിക്കയിലും ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. അതിന് വിരുദ്ധമാണ് ഈ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും. നമ്മുടെ രാജ്യത്ത് വിഭജനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ്. അത് ഗൗരവമായി ഞങ്ങൾ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം അതാണ്. ഓക്കെ.